ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ പാലക്കുറുമ്പ് അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ലേറ്റായി, 2-3 വരവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയത്. എന്നാലും പറ്റാവുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഒരു മാലാഖമാരൊക്കെ ഇറങ്ങി വരുന്നൊരു ലുക്കായിരുന്നു കാണാൻ. നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്. ലൈറ്റിൻ്റെ വെളിച്ചം, ലൈറ്റിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്ക് വന്ന വരവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതാണ് കേട്ടോ. നല്ല ആൾക്കാരുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് ടൈമാണ്. എല്ലാ പ്രാവശ്യം വന്നാലും ദൂരെ നിന്നൊന്നും കാണാതെ പോകലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിലത്തെ വരവാണ് കേട്ടോ. അവനെ കണ്ടപ്പോൾ തന്നെ ഹസ്ബൻഡ് വന്നിട്ട് എടുത്തുകൊണ്ട് പോയി. പിന്നെ അച്ഛനും മോനും ഇവിടുന്ന് ഡാൻസ് തുടങ്ങി കേട്ടോ. ആൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഈ തിറയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും എന്തിനെങ്കിലുമൊക്കെ അടുത്ത് പോകുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ, അടുത്തുനിന്നൊക്കെ കാണുമ്പോൾ. പാലക്കുറുമ്പ് അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളുടെ ദേശത്തിൻ്റെ ഉത്സവമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇവിടെ ഒരുപാട് കൊടികളുണ്ടാവും. അതാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതൊക്കെ ആൾക്കാർ വഴിപാടായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അതിന് രാവിലെ തന്നെ ഒരു വലിയ ക്യൂ തന്നെ ഉണ്ടാവും. റോഡിൻ്റെ മുകളിലായിരിക്കും ക്യൂ ഉണ്ടാവുക കേട്ടോ. അതേപോലെ തന്നെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ താലപ്പൊലി കേട്ടോ. അതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്.
വരവൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ ടോയ്സും കമ്മലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ കൂടെ ഇതൊക്കെ നോക്കി നിൽക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അപ്പോൾ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ നൊസ്റ്റു ഫീലിംഗ് ആണ് കേട്ടോ. പണ്ട് ഇങ്ങനെ ഉത്സവത്തിനൊക്കെ വരുമ്പോൾ വള വാങ്ങാനും കമ്മൽ വാങ്ങാനൊക്കെ ഓരോ പീടികയുടെ മുമ്പിൽ നിന്നതാണ് എനിക്ക് ഓർമ്മ വരിക. പക്ഷെ നേരെ തിരിച്ചിപ്പോൾ വളയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ കൂടെ ഒന്നും വാങ്ങാറില്ല കേട്ടോ. അധികം മോനുള്ള എന്തെങ്കിലും ടോയ്സോ കാര്യങ്ങളോ വാങ്ങിയിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഞങ്ങൾ അവനുള്ള ടോയ്സ് വാങ്ങിക്കഴിഞ്ഞാൽ കോളിഫ്ലവർ പൊരിച്ചതുണ്ടായിരുന്നു, അത് വാങ്ങി. ആൾക്ക് എവിടെ പോയാലും ചെണ്ട വേണം കേട്ടോ. അങ്ങനെ ആ ചെണ്ട വാങ്ങിയത് വെച്ച് റോട്ടുമ്മൽ നിന്നിട്ട് അവൻ്റെതായ രീതിയിൽ അവൻ കളിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.